ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റേസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രചനാമിസ്. അപ്പൊ മക്കളെ, നമ്മള് കൊച്ചു ദേവദാരു എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയവും അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകാതിരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പൊ നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് പാഠഭാഗത്തിന്റെ ആശയം? പഴയകാല റഷ്യൻ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാണ്? സെർഗെയ് മിഹൽകോഫ് രചിച്ച മികച്ച കഥകളുടെ സമാഹാരമാണ് ശിശിരത്തിലെ ഓക്കുമരം. അദ്ദേഹത്തിന്റെ അന്നത്തെ കാലത്തുള്ള കഥകളുടെ ഒക്കെ ഒരു സമാഹാരമാണ് ഏത്? ശിശിരത്തിലെ ഓക്കുമരം. അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് സി തങ്കം എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. ഈ കൃതിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കൊച്ചു ദേവദാരു. അപ്പൊ എന്താണ്? നമ്മുടെ റഷ്യൻ നോവലിസ്റ്റ് ആയിട്ടുള്ള സെർഗെ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ഏത്? നമ്മുടെ ശിശിരത്തിലെ ഓക്കുമരം. അതിൽ കുറെ കഥകളുണ്ട്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് സി തങ്കമാണ്. അതിലെ ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ കൊച്ചു ദേവദാരു എന്ന് പറയുന്ന കഥ. ഒരു കൊച്ചു ദേവദാരുവിന്റെ കാഴ്ചപ്പാടിലൂടെ കഥ വികസിക്കുന്നു എന്നത് ഇതിന്റെ പ്രധാന ആകർഷണമാണ്. വനപാലകന്റെ വീടിന് മുന്നിലെ തുറന്ന സ്ഥലത്ത് തനിച്ചാണെങ്കിലും കാട്ടിലെ വൻമരങ്ങളുടെ വാത്സല്യത്തിലും ചുറ്റുമുള്ള ജീവികളുടെ സാന്നിധ്യത്തിലും സന്തോഷത്തോടെ വളരുന്ന കൊച്ചു ദേവദാരുവിന്റെ ചിത്രം വായനക്കാരിൽ വേഗത്തിൽ ഒരു ഇഷ്ടം ജനിപ്പിക്കുന്നു. വേനൽ മഴയും മഞ്ഞും വെയിലും കൊടുങ്കാറ്റുമെല്ലാം അതിന്റെ വളർച്ചയുടെ ഭാഗങ്ങളായി മാറുന്നു. മൃഗങ്ങളും ഷഡ്പദങ്ങളും പക്ഷികളും ചിത്രശലഭങ്ങളും എല്ലാം കഥയ്ക്ക് ജീവൻ നൽകുന്നു. മാഗ് എന്ന പക്ഷി ഒരിക്കൽ ദേവദാരുവിന്റെ ചില്ലയിൽ വന്നിരുന്നു. പുതുവർഷം വരുമ്പോൾ ഈ ചില്ലകൾ ആരെങ്കിലും വെട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞ് വേനലിലും ശരത്കാരിലും കൊച്ചു ദേവദാരു എന്താണ് അത് കേട്ട് മാഗ് എന്ന് പറഞ്ഞ പക്ഷി പറഞ്ഞു, നിന്റെ ചില്ലയൊക്കെ ആരെങ്കിലും ഒക്കെ വെട്ടിപ്പോവും, അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞതിന് പ്രകാരം വേനൽക്കാലത്തും ശരത്കാലത്തും ഒക്കെ മഞ്ഞോണ്ട് വേഗം എൻ്റെ ശിഖരമൊക്കെ മൂടട്ടെ എന്നൊക്കെ കൊച്ചു ദേവദാരു വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ ആരെങ്കിലും വെട്ടിപ്പോവോ എന്നൊക്കെ പേടിച്ചു. ആര്? നമ്മുടെ കൊച്ചു ദേവദാരു. ഡിസംബറിലെ മഞ്ഞുവീഴ്ച ദേവദാരുവിനെ കൂടുതൽ അസ്വസ്ഥയാക്കി. പുതുവർഷം വരുമ്പോൾ തൻ്റെ ചില്ലകളെല്ലാം വെട്ടിക്കൊണ്ടു പോകുമെന്ന ആശങ്കയിലായിരുന്നു ദേവദാരുവിന്റെ ജീവിതം. മഞ്ഞു മൂടിക്കിടന്ന ദേവദാരുവിന്റെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. നിന്നെ തിരഞ്ഞെടുത്തത് നന്നായി എന്ന അയാളുടെ പ്രഖ്യാപനം ദേവദാരുവിന്റെ ബോധം കെടുത്തി. ബോധം തെളിഞ്ഞപ്പോൾ തന്റെ ചില്ലകൾ മുഴുവനും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതാണ് കണ്ടത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സുന്ദരമായ ദേവദാരു പുതുവർഷത്തിന്റെ പ്രതീകമായി നിലകൊണ്ടു. ലളിതമായ ഭാഷ, മികച്ച ആഖ്യാന രീതി എന്നിവ ഈ കഥയെ കൂടുതൽ മികവുറ്റതാക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. അതായത് നമുക്ക് മരങ്ങൾ വെട്ടാതെയും മരങ്ങളെ സ്നേഹിക്കാനും മരങ്ങളെ അലങ്കരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവരെ അതേപോലെ തന്നെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠമാണ് കൊച്ചു ദേവദാരു. വേണമെങ്കിൽ അത് വെട്ടിക്കൊണ്ടു പോകാൻ പറ്റുമായിരുന്നു വനപാലകന്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആ മരത്തെ അതേപോലെ തന്നെ തൻ്റെ വീടിന്റെ ഒരു മൂലയിൽ അതേപോലെ തന്നെ സ്ഥാപിച്ച് അത് അലങ്കരിക്കുകയാണ് ചെയ്തത്, വെട്ടിമാറ്റാതെ. അപ്പൊ മനുഷ്യന്റെ ആഘോഷങ്ങൾക്കും ആനന്ദങ്ങൾക്കും വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കേണ്ടതില്ല എന്ന വലിയ പാഠമാണ് വനപാലകന്റെ പ്രവൃത്തിയിലൂടെ കഥ വരച്ചു കാട്ടുന്നത്. ഇത് ഇന്നത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തമാണ്. ഇന്ന് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വലിയ മരങ്ങൾ വെട്ടിക്കൊണ്ടു പോയിട്ട് നശിപ്പിക്കുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വനപാലകന്റെ ഈ ഒരു പ്രവൃത്തി എല്ലാവർക്കും മാതൃകാപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് എഴുതാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ മറന്നുകൊണ്ട് കഥയൊന്ന് വായിച്ചു വെക്കുക. എങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം എന്നുള്ളത് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ്. സോ നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഇനി ഇതിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം, അതായത് നമ്മുടെ ദേവദാരുവിന്റെ ഒരു ആത്മകഥ. ദേവദാരു ആത്മകഥ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എഴുതുന്നതാണ്, അല്ലെ? ജീവചരിത്രം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതം മറ്റൊരാൾ എഴുതുന്നതാണ്. അപ്പോൾ ദേവദാരു എഴുതാനിടയായിട്ടുള്ള ഒരു ആത്മകഥയെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറയും. ദേവദാരുവിന്റെ ഒരു ആത്മകഥ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ പേര് ദേവദാരു. ഞാൻ ജനിച്ചതും വളർന്നതും കാടിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഒരു
ഒരിക്കലും കാട്ടിലെ വലിയ മരങ്ങൾക്ക് ഒപ്പമായിരുന്നില്ല. അവിടെ മരങ്ങളും പ്രകൃതിയും സ്നേഹിക്കുന്ന ഒരു വനപാലകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലുള്ള തുറന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ദൂരെ നിന്ന് വലിയ മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് എന്തുമാത്രം സന്തോഷിച്ചിരുന്നുവെന്നോ. ഒറ്റയ്ക്കായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ഏകാന്തത അനുഭവിച്ചിരുന്നില്ല. അതിന് കാരണം എന്നെ കാണാൻ വന്നിരുന്ന കൂട്ടുകാരായിരുന്നു. ചെറിയ പ്രാണികൾ, പക്ഷികൾ, എലികൾ എന്നിവരൊക്കെ എൻ്റെ ചെങ്ങാതിമാരായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും വലിയ പേമാരിയും ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ ഞാൻ ഏറെ ഭയന്നിരുന്നു. അന്നൊക്കെ എന്നെ ചേർത്ത് പിടിക്കാൻ മുത്തശ്ശി മാമരങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഏറെ ആശിച്ചിരുന്നു. അന്നൊക്കെയാണ് ഒറ്റപ്പെടലിൻ്റെ വിഷമം ഞാൻ അറിഞ്ഞത്. എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട ഞാൻ അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായത്. മാഗ് എന്നു പേരുള്ള പക്ഷി ഒരു ദിവസം വന്ന് എൻ്റെ ചില്ലയിലിരുന്നു. ഇരുന്നതിൽ എനിക്ക് ഒട്ടും പരിഭവം ഉണ്ടായിരുന്നില്ല. അവളുടെ പ്രവൃത്തിയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. അന്ന് ഞാൻ കുഞ്ഞായിരുന്നത് കൊണ്ട് എൻ്റെ ചില്ലകൾ ലോലവും കനം കുറഞ്ഞതുമായിരുന്നു. അവൾ അതിൽ കയറിയിരുന്ന് മുൻപോട്ടും പിൻപോട്ടും ആടി. ഞാൻ അവളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. തുടർന്ന് അവൾ പുതുവർഷ ആരംഭം വരെ മാത്രമേ തനിക്ക് ആയുസ്സുണ്ടാകൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. വനപാലകൻ എന്നെ വെട്ടിക്കൊണ്ടുപോകുമെന്ന വാർത്തയാണ് ഞാൻ അപശകുനം പോലെ കേട്ടത്. അങ്ങനെ ഒരു നാൾ ഡിസംബർ മാസത്തിലെ അവസാന നാൾ വനപാലകനെ കണ്ടപ്പോൾ ഞാൻ ആകെ ഭയന്നു. ഡിസംബറിന്റെ മഞ്ഞാൽ ഞാൻ ഉദയപ്പെട്ടു. പക്ഷേ വനപാലകൻ എൻ്റെ ദേഹത്ത് കിടന്നിരുന്ന മഞ്ഞ് കുടഞ്ഞു കളഞ്ഞ് എന്നെ അടിമുടി വീക്ഷിച്ചു. ഭയത്താൽ എൻ്റെ ബോധം പോയിരുന്നു. അതാണ് എൻ്റെ അവസാന നിമിഷമെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞ് ബോധം വീണപ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. വനപാലകനും മക്കളും ഞാൻ നിന്നിരുന്ന സ്ഥാനത്തു നിന്ന് പുതുവർഷവുമായി അലങ്കരിക്കുകയായിരുന്നു. ഇത് കണ്ട് സന്തോഷത്താൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും എന്നെ അലങ്കരിച്ച് പരിപാലിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്ത് അവർ തിരിച്ചുപോയി. ഇതൊക്കെ ഇന്ന് മുതിർന്ന പ്രായത്തിൽ ഓർക്കുമ്പോഴും ഇന്നലെ എന്ന പോലെ ഓർമ്മ വരുന്നു. പിന്നെയും അനവധി ആൾക്കാർ വനപാലകരായി വന്നെങ്കിലും എന്നെ ഒന്നും ചെയ്തില്ല. മനുഷ്യർ പ്രകൃതിയെയും പക്ഷികളെയും സ്നേഹിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ മനുഷ്യനിലൂടെയാണ്. അപ്പം മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ഇന്ന് മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് പോലെയല്ല നാം പ്രകൃതിയുമായി ജീവിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ് കൊച്ചു ദേവദാരു. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ലൈവിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.